ഞാനിവിടെ എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ഇന്നലെ രാത്രി പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് നാട്ടിലോട്ട്. അപ്പോഴാണ് രാവിലെ ഇവിടെ ട്രാക്ടർ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ ട്രാക്ടർ പൂട്ടുന്നത്. അല്ല, പാടമുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല സൗണ്ട്. അത് ട്രാക്ടർ പൂട്ടുന്നു. അപ്പോൾ അന്നേരം നമുക്ക് പഴയ നൊസ്റ്റാൾജിയ കയറി വന്നു. അപ്പോൾ അന്നേരം തന്നെ പോയിട്ട് നമുക്ക് പോയി. അപ്പോൾ അത്ര വെള്ളമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് പൂട്ടുന്നത്. പക്ഷേ അടുത്ത കണ്ടായപ്പോൾ മീനുണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ മൊത്തം നമ്മൾ പറയില്ലേ ബ്രാല്, ആ ബ്രാല് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ബ്രാല് വെച്ചാൽ ഇവിടെയൊക്കെ നമ്മൾ എല്ലാവരും നമ്മുടെ പാലക്കാടൻ നാട്ടിൻപുറത്തൊക്കെ പറയുന്നത് കണ്ണന്മാർ, കണ്ണൻ, ചോട്ടക്കുട്ടി അങ്ങനെയൊക്കെ പറയും. ആ സംഭവങ്ങൾ കൊള്ളായിരുന്നു. കാരണം കുറേ പേര് 8-10 പേര് കാണുമായിരുന്നു. അന്നേരം ഇങ്ങനെ ഓരോരുത്തർ പിടിക്കുന്നു, കിട്ടുന്നു. പക്ഷെ ഇന്ന് അത്യാവശ്യം ഇഷ്ടം പോലെ കിട്ടിയിട്ടോ. എന്ന് വെച്ചൊരു 3, 3.5, 3.5, 4 കിലോ കിട്ടി കാണും എന്തായാലും. നല്ല കൊള്ളായിരുന്നു. അത്രയും വെച്ചാൽ എല്ലാം നല്ല മുഴുത്ത്. വേറെ പരലങ്ങളെ സംഭവം ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കൂട്ടി അങ്ങനെയൊന്നും ഇല്ല. വേറെ ഒന്നുമില്ല. ഈ കണ്ണന്മാർ മാത്രമേ ഉള്ളൂ ഇഷ്ടം പോലെ. നമ്മളത് ഞാൻ 11 മണിക്ക് ഒരു 11 മണിക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അന്നേരം, കാരണം എനിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു. അപ്പം അന്നേരം ഈ പനി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം രാവിലെ എപ്പോഴാണ് അന്നേരം 11 മണിക്ക് എഴുന്നേറ്റിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങ് താഴോട്ട് പോയി, പാടത്തോട്ട് പോയി. അപ്പം അന്നേരം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഫസ്റ്റ് കണ്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത കണ്ടം പൂട്ടിയപ്പോൾ കൊള്ളായിരുന്നു. പിന്നെ എൻ്റെ ഇടയ്ക്ക് വൈഫൊക്കെ വിളിച്ചിട്ട് വഴക്ക് പറയായിരുന്നു. നിങ്ങൾ കഴിക്കാൻ പോകുന്നില്ല അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇതൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നമ്മൾ പാടവും കണ്ടവും കൃഷിയൊക്കെ കാണുമ്പോഴേ അന്നേരം മീൻപിടുത്തമൊക്കെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാണ്. ചൂണ്ടിടാൻ പോക്ക്, ഇതൊക്കെ നാട്ടിൻപുറത്തൊരു അങ്ങനെ ഒരു പ്രത്യേക മൈൻഡാണ്. അന്നേരം അത് നമ്മൾ ചെയ്തു. എന്നിട്ട് എന്തായാലും അവിടെ നിന്ന് സമയം കയറി പോന്നപ്പോൾ 5 മണിയായി. പ്രതീക്ഷിക്കാത്ത ടൈമാണ്. കാരണം വിശപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് നമ്മൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരും. കൂട്ടുകാരന്മാരെ തന്നെ, അപ്പോൾ അവർ കൊണ്ടുവരും, കുടിക്കുന്നു.